ഇന്ന് നമുക്ക് പ്രവാസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനും അതുപോലെ തന്നെ അത്യാവശ്യം മുഴുപ്പുള്ള 2 സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മുഴുപ്പുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 കൊമ്പൻ മുളകും ഉണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ചേ ഉള്ളേ. ഇനി നമ്മൾ കുക്കർ വെക്കുന്നു. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് ഇട്ടു കേട്ടോ. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചി അടിയിൽ പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം ലെവലിൽ നമ്മൾ തീ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ സബോള ഇനി ഇട്ട് കൊടുക്കുകയാണേ. ചെറുതായിട്ട് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞ സബോളയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതും ഏകദേശം ഒരു ബ്രൗൺ കളർ കിട്ടണം കേട്ടോ. സബോള പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച 2 മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടെ ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റി കിട്ടണം കേട്ടോ നമുക്ക്. അതിന് ശേഷം ആ കളർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ടുന്ന വെന്ത് കിട്ടണം. ഏകദേശം എന്താ പറയുക, ഒരു ഇത് കണ്ടില്ലേ, അതാണ്. അങ്ങനെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യത്തിന് എല്ലാവർക്കും എങ്ങനെയാണോ മസാല വേണ്ട അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. അതിനുശേഷം നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിന് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കറി നമുക്ക് വായി വെക്കാൻ കൊള്ളൂല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കാശ്മീർ പൗഡർ ലേശം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ചട്ടി പിടിക്കാണ്ടിരിക്കാണ്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചട്ടി പിടിക്കും, കരിഞ്ഞു പോവും, കറീൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ. നല്ല ഉണ്ടോ, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഇളക്കേണ്ടത്. മെല്ലെ മെല്ലെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചട്ടി പിടിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊണ്ടെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ കുറച്ച് കറിവേപ്പിലയുടെ ബാക്കിയല്ല കേട്ടോ ഇത് മല്ലിയിലയാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. ആ മല്ലിയില നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വേണം ഇളക്കാൻ. മെല്ലെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞങ്ങ് പോകും, അതിൻ്റെ ടേസ്റ്റും അങ്ങ് പോയി പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കൽ ഇതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ്. ലേശം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെടുത്തത് ഞാൻ പറഞ്ഞിരുന്നു 1 കിലോ ചിക്കനാണ് നമ്മളിട്ട് എടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. എന്നാലേ ആ ഇറച്ചിയിൽ മുഴുവനും മസാല പിടിക്കത്തുള്ളൂ. നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടല്ല കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ചേ ഉപ്പിട്ടിട്ടായിരുന്നു സബോള വയറ്റി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് വേണ്ട ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യത്തിന് വെള്ളം ഇറച്ചി തന്നെ ഉണ്ടാവും, ചിക്കനാണ്. അപ്പോൾ നമുക്ക് കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുക. എങ്ങനെ അടച്ച് വെക്കാണ്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിന് തീ അങ്ങോട്ട് ഓണാക്കി വെച്ച് കൊടുക്കുക. നമ്മൾ അടച്ച് വെക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യുന്നത് തേങ്ങാപ്പാൽ സ്പെഷ്യലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേങ്ങാപ്പാൽ, ഏകദേശം ഒരു തേങ്ങേൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചേ ഉള്ളല്ലോ. അത് അത്യാവശ്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട പിടിച്ചിരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ബാക്കിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി.